മകന്റെ ജീവിതം തകർത്ത കാറ് കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഒരു പിതാവ്. ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 27 വയസ്സുകാരനായ മകന് തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് രാജൻ എന്ന 27 വയസ്സുകാരനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. മെയ് മാസം 9-ാം തീയതി കറുകച്ചാൽ ടൗണിൽ വെച്ച രഞ്ജിത്ത് സഞ്ചരിച്ച ബൈക്കിൽ മറ്റൊരു കാറ് ഇടിക്കുകയായിരുന്നു. പിന്നീട് അപകടത്തിന് ശേഷം ഈ വാഹനം നിർത്താതെ സ്ഥലത്ത് നിന്ന് ഓടിച്ചു പോവുകയും ചെയ്തു. രഞ്ജിത്തിൻ്റെ തലയോട്ടിക്ക് പൊട്ടൽ സംഭവിക്കുകയും തലച്ചോറിന് ക്ഷതമേൽക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും പഴയ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പോലും ആ 27-കാരന് സാധിക്കുന്നില്ല. അപകടം നടന്ന 1.5 മാസം പിന്നിടുകയാണ്. മുഖ്യമന്ത്രിക്കടക്കം രഞ്ജിത്തിൻ്റെ കുടുംബം പരാതി നൽകിയെങ്കിലും ഈ വാഹനം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കറുകച്ചാൽ ഹോട്ടലിൽ ഡെലിവറി ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു. മെയ് മാസം 9-ാം തീയതി വൈകിട്ട് 6:30-ക്കും 7-നും ഇടയ്ക്കായിട്ട് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവന് ഒരു സുഖട്ടിൻ്റെ ബൈക്ക് എടുത്ത് ഇവിടുന്ന് കറുകച്ചാലിൽ നിന്ന് NSSൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ തന്നെ എതിരെ വന്നൊരു കാറ് തട്ടിച്ച് പോയി. ആരോ മെഡിക്കൽ ആശുപത്രി കൊണ്ടാക്കി അവിടുന്ന് തന്നെ വിളിക്കുകയായിരുന്നു. നേഴ്സ് വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പോലീസുകാരും വിളിക്കുകയായിരുന്നു. ചെന്നപ്പം ഭയങ്കര സീരിയസ് ആംബുലൻസെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ട് വെന്റിലേറ്ററിലാക്കി. അപ്പം ഡോക്ടർ പറഞ്ഞാൽ അന്ന് കിട്ടിയാലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് ഏതായാലും കിട്ടി. തലയ്ക്ക് ക്ഷതമുണ്ട്, ബ്ലീഡിങ് ഉണ്ട്, തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റു. മോന് എഴുന്നേറ്റ് ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അവന്. വണ്ടി ഇടിച്ച പോലും അവന് ഓർമ്മയില്ല. ഡോക്ടർ പറഞ്ഞ ഒരു 3-4 മാസം കഴിഞ്ഞ് ഓർമ്മ കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് പറയും. മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഓർമ്മ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. 1.5 മാസത്തോളമായി ആ വാഹനത്തിന് നമ്പർ കണ്ടിട്ടാണ് ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നിരന്തരം പാർട്ടിക്കാരോട് വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ കിട്ടിയത്തില്ല. ക്ലെയിമെങ്കിലും കിട്ടിയാൽ അത്ര ആശ്വാസം കിട്ടും. നമ്മൾ 1 ലക്ഷത്തിൽ മുകളിൽ ചിലവുണ്ട്. ഞാനും ഒരു രോഗിയാണ്. ഞാനും ഹാർട്ട് പേഷ്യൻ്റാണ്. എനിക്കും 2 അറ്റാക്കും 10 ബ്ലോക്കും ഒക്കെ വന്ന ഹാർട്ട്. ഞാനും ഒരു പണിക്കും പോകുന്നു. എൻ്റെ കാര്യങ്ങൾ അവനോടാണ് ചെയ്യുന്നത്, മോനോട് കൂടി. അതെല്ലാം നിലച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും? DYSPക്കും കൊണ്ട് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു. എന്നിട്ട് പോലും അവിടെ നിന്നൊരു അനുകൂലവും ഉണ്ടായിട്ടില്ല. ഈ വാഹനം കണ്ടെത്താൻ വൈകിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പോയി താങ്കൾ പരാതി കൊടുത്തു? നേരിട്ട് കൊണ്ട് പരാതി കൊടുത്തു. എൻ്റെ രസീത് എല്ലാം ഉണ്ട്. ആ പരാതി കൊടുത്തതിൻ്റെ രസീത് വരെ തന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പോയി ആ ബ്യൂറോൻ്റെ ഒരു 10-12-15 ക്യാമറകളാണ് അവിടെ തന്നെ ആ ചുറ്റളവിൽ. എന്നിട്ട് പോലും അതിനകത്തൊരു നമ്പർ കണ്ടുപിടിച്ചില്ല ഇതുവരെ. അവർ എന്ത് ചെയ്യും? ഞാനൊരു പാവപ്പെട്ടവനായതുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇത്രയും കൊടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ മകന് ചികിത്സയ്ക്കുള്ള ക്ലെയിമെങ്കിലും കിട്ടുമല്ലോ. കണ്ട് ആ ഡ്രൈവറെ നമ്മൾ ഉപദ്രവിക്കാനോ പോലീസുകാരെ ഉപദ്രവിക്കാനോ അല്ല. കറുകച്ചാലിലെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു രഞ്ജിത്ത്. മെയ് മാസം 9-ാം തീയതി വൈകുന്നേരം 6:30യോടുകൂടി ഒരു സുഹൃത്തിൻ്റെ ബൈക്കെടുത്ത ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോയതാണ്. ഈ സമയത്താണ് കറുകച്ചാൽ ടൗണിൽ വെച്ച് തന്നെ അപകടമുണ്ടാകുന്നത്. എതിർദിശയിൽ വന്ന കാറ് രഞ്ജിത്തിൻ്റെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പിന്നീട് ആ വാഹനം നിർത്താതെ സ്ഥലത്തു നിന്ന് ഓടിച്ചു പോവുകയും ചെയ്തു. സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് രഞ്ജിത്തിനെ ആദ്യം കറുകച്ചാലിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലാണ് രഞ്ജിത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. തലയോട്ടിക്ക് പൊട്ടൽ സംഭവിക്കുകയും തലച്ചോറിന് ക്ഷതമേൽക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തിരുന്നു. 20 ദിവസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ ചികിത്സയിൽ തുടരുകയാണ്. അപകടം നടന്ന 1.5 മാസത്തോളമായിട്ടും അപകടത്തിനിടയാക്കിയ വാഹനം ഏതാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. ചങ്ങനാശ്ശേരി DYSPക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി. ഇതിലും നടപടി ഉണ്ടാകാതെ വന്നതോടെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും ഏതാണ്ട് 1.5 മാസമായിട്ടും അപകടത്തിനിടയാക്കിയ വാഹനം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. സ്ഥലത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് പറയുന്നത് ചുവപ്പ് നിറമുള്ള സൈലോ കാറാണ് അപകടമുണ്ടാക്കിയതെന്നാണ്. പക്ഷേ വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണം. ഇപ്പോഴും ഊർജിതമായി തന്നെ അന്വേഷണം തുടരുകയാണെന്നും ഉടൻ തന്നെ വാഹനം കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് കറുകച്ചാൽ പോലീസ് പങ്കുവയ്ക്കുന്നത്. മല്ലപ്പള്ളിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.